എനിക്കൊരു ഭാവം തരാൻ പോകണം, ഒരു സീൻ തരാൻ പോകണം, താനൊന്ന് ആക്ട് കാണിക്കുക. ഓക്കെ, ഒരു നാണഭാവം, ഞാനൊരു നാണഭാവമാണ് തനിക്ക് തരുന്നത്. ഓക്കെ, നാണം ഒന്ന് ചെയ്ത് കാണിച്ച് നോക്ക് താനൊന്ന്. ഓക്കെ, നാണം, മുഖത്ത് ബ്ലഷൊക്കെ ഇട്ടുള്ള ഒരു നാണം വരട്ടെ, ഒരു ചമ്മലോട് കൂടിയിട്ടുള്ള ഒരു നാണമൊക്കെ അങ്ങോട്ടായിക്കോട്ടെ. പല്ല് കടിക്കണ്ട, അതൊരു ക്രിഞ്ചായി പോകും കേട്ടോ. പല്ല് കടിക്കണ്ട. ഒരു മറ്റുള്ള ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ചമ്മലോടുള്ള നാണം, ചമ്മൽ വരട്ടെ. കണ്ടിന്യൂ. ഡൂയിങ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്, സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കൊരു ദേഷ്യഭാവം പിടിച്ചാലോ. നമ്മുടെ ഒരു റീൽസിനോടും അത് തന്നെ, നമ്മുടെ റീൽസിനോടും വീഡിയോസിനോടൊക്കെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും അവരൊന്നും റിയാക്ട് ചെയ്യാത്തതോടൊക്കെ ഉള്ള നമ്മളുള്ള ദേഷ്യം പല്ല് കടിച്ചമർത്തി മുഷ്ടി ചുരുട്ടി ഒക്കെ കാണിക്കാം. മുഖം അങ്ങോട്ടും തിരികെ അപ്പുറത്തിരിക്കുക. അത് തന്നെ അവരുടെ പല്ല് കടിച്ചമർത്ത്, ഒന്നുകൂടി കടിച്ചമർത്ത്, അവർ പേടിക്കട്ടോ അങ്ങനെ. പിന്നെ നമുക്കൊരു കോമഡിയാണ്. അതായത് നമ്മളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, പക്ഷെ ആ യൂട്യൂബർക്ക് പക്ഷേ എന്തില്ല, അത് തന്നെ അവർക്ക് വ്യൂവേഴ്സ് ഇല്ല അധികം. അപ്പം നമ്മുടെ ചിരി നമ്മൾ കൺട്രോൾ ചെയ്യണം, ചിരി കൺട്രോൾ ചെയ്യും കേട്ടോ. പൊട്ടിക്കല്ലേ അതിങ്ങനെ വയറ്റിലേക്ക് പോകണം. അതായത് തൊണ്ടയിലൂടെ ഇറങ്ങി അങ്ങോട്ട് വയറ്റിലേക്ക് പോവാണ് കേട്ടോ. പോയി അത് ചിലപ്പോൾ ബാക്കിൽ കൂടെ പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. ബാക്കിൽ കൂടെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ അടുത്തത് അത്ഭുതം ഒന്ന് കാണിക്കണം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു 1 മില്യനൊക്കെ അടിക്കുമ്പോഴേക്കുള്ള ഒരു നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ പ്രതീക്ഷിക്കണം. 1 മില്യനാണ് കുറച്ചും കൂടി കണ്ടിന്യൂ. അത് തന്നെ 1 മില്യനൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ഒരു ഭാവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ടിന്യൂ. പിന്നെ നമ്മൾ എങ്ങനെ പറ്റിയാവോ നമുക്കറിയത്തില്ല കേട്ടോ. എങ്ങനെ പറ്റിയത് ഒരു ദിവസം കൊണ്ട് നമ്മൾ അന്താളിച്ചു പോവാണ്. ഓക്കെ, ആ ഒരു ഭാവം. ഓക്കെ. നമുക്കിനി പഴയ ഓർമ്മകളിലേക്കൊന്ന് പോയി നോക്കാം. അത്ര രസമുള്ള ഓർമ്മകളായിരിക്കില്ല, പക്ഷെ എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. പൊക്കോ ഒന്നുകൂടി ഡീപ്പായിട്ട് ഒന്ന് ആലോചിക്കുക. കിട്ടാണ്ടിരിക്കില്ല. ഒന്ന് ഓർമ്മ അയവിറക്കിയിട്ട് ആലോചിക്കുക. അത് തന്നെ അയവിറക്കി പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ എക്സ് കാമുകനെ കുറിച്ച് ചിന്തിച്ചു. പെട്ടെന്നൊരു സാഡ്നെസ് കയറി വരുവാണ്. അവനിപ്പോൾ എവിടെ എത്തി, നമ്മളിപ്പോൾ എവിടെയും എത്തിയില്ല എന്നൊക്കെയുള്ളൊരു സാഡ്നെസ് കയറി വന്നു. പെട്ടെന്ന് നമ്മളൊരു ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴുള്ള ഒരു സങ്കടം, അത് തന്നെ നമ്മൾ ആ സങ്കടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. വല്ലാത്തൊരു സങ്കടം. നമ്മൾ നന്നായി നമ്മളിവിടെ എത്തിയില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാ കാറിൽ വന്നിറങ്ങുവാണ് നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട്. ബെൻസ് കാറിൽ ഒരു ചിരി, ഒരു നേരിയ പുഞ്ചിരി. അത് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഭാവം മാറ്റുണ്ടാവുകയാണ്. ഒരു ഭ്രാന്ത് പോലെ ചിരി കരച്ചിൽ, അതിലൂടെ വല്ലാത്തൊരു സങ്കടം. അത് തന്നെ